നമ്മളങ്ങനെ രാവിലെ എണീച്ച് നേരെ പോയത് വെൽഡിങ് വർക്ക്ഷോപ്പിലാണ്. കാരണം നമ്മുടെ സൈക്കിളിലെ ക്യാരിയർ ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാൻ ബയ്യാടെ അനിയൻ്റെ കടയിലാണ് വന്നത്. അപ്പോൾ വെൽഡ് ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം 2 ദിവസമായിട്ട് അവരുടെ ഫാമിലിയുടെ ഒപ്പം ഭയങ്കര സന്തോഷവും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ റൈഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പോകണമെങ്കിൽ നമ്മുടെ അക്ബർ ഭായിനെ കണ്ടുപിട്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ മൊറയിലേക്ക് പോകണ വഴിക്ക് പരിചയപ്പെട്ടേട്ടാ. അപ്പോൾ സോറയിലെത്തിയപ്പോൾ അക്ബർ ഭായിനെ കണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പൊറോട്ടയും ബീഫൊക്കെ മേടിച്ചു തന്നിട്ടാ. അതൊക്കെ കഴിച്ച് നമ്മൾ പുള്ളീനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളും കിട്ടിയിട്ടാ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമ്മൾ ആസിഫ് ഭായിനെ കണ്ടുപിട്ടി. ആസിഫ് ഭായ് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാ. അങ്ങനെ പുള്ളിയുടെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരെ കളിപ്പിച്ച് നിന്നിട്ടാ. ശരിക്കും ആസിഫ് ഭായ് നമ്മുടെ ചാൻ ബയ്യാടെ സുഹൃത്താണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടാ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്ന് നമ്മൾ പുള്ളി പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ വണ്ടിയായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഈ പോണത് ശരിക്കും ഒരു പാടത്തേക്കാണ്. കാരണം പുള്ളിക്ക് ഒരുപാട് ആട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആടിനെ മേയ്ക്കാൻ വിട്ടേക്കണേന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് പനി പിടിച്ചേട്ടാ. അങ്ങനെ കുറേ നേരം ഞാൻ കിടന്നുറങ്ങി. എണീച്ചപ്പോൾ വൈകിട്ടായി. അപ്പോഴത്തേക്കും ആടുകളെല്ലാം തിരിച്ച് കൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്ന് പുള്ളിക്ക് പിന്നെ ആടിനെ വിൽക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് എന്നെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചായയും പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടാ അവർ.